السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. لا نفرق بين أحد من الرسل. അതാണ് ഇനി ആമന റസൂലിൽ നമുക്ക് അടുത്തതായി പരിശോധിക്കാനുള്ളത്. ലാ നുഫർരിഖു, നമ്മൾ വിവേചനം കാണിക്കുകയില്ല, വിട്ടുപിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിവേചനം കാണിക്കുകയില്ല. ബൈന അഹദിൻ റസൂലി, അള്ളാഹുവിന്റെ ദൂതന്മാരുടെ ഇടയിൽ നമ്മൾ വിവേചനം കാണിക്കുകയില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. അതാണ് അവരുടെ പക്ഷം, അവരുടെ നിലപാടതാണ്. മുഅ്മിനീങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ഇനി അവർക്ക് മറ്റൊരു നിലപാടുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി, അല്ലാഹുവിന്റെ റസൂലുമാർ അവരുടെ ഇടയിൽ നമ്മൾ വിവേചനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരേ ഡിഗ്രിയിലാണ് എന്നതിന് മാനില്ല. അങ്ങനെ അർത്ഥം വെച്ചാൽ സൂറത്തുൽ ബഖറ 253 നമ്പർ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് ഇതിനെതിരാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ വരൂലല്ലോ. തിൽക റുസുലു ഫദ്ദൽനാ ബഅദുഹും അലാ ബഅദ്. ഇതും ഖുർആനല്ലേ? തിൽക റുസുലു ഫദ്ദൽനാ ബഅദുഹും അലാ ബഅദ്. ഇത് സൂറത്തുൽ ബഖറയിൽ തന്നെ കാണാം, 253 നമ്പർ ആയത്ത്. അപ്പൊ തമ്മിൽ എതിരാവൂല. അവ പിന്നെ പറഞ്ഞ എന്താണ്? യഹൂദികൾ നസ്രാക്കളുടെ നിലപാട് നമുക്കില്ല. യഹൂദികൾ അവർക്ക് ഇഷ്ടമുള്ള അമ്പിയാക്കളൊക്കെ സ്വീകരിച്ചു, ഇഷ്ടമില്ലാത്തവരെ തള്ളി. നമ്മളെ കൂട്ടത്തിലുള്ള ഷിയാക്കളെ പോലെ ഷിയാക്കൾ അവർക്ക് ഇഷ്ടമുള്ള സ്വഹാബാക്കളെ സ്വീകരിച്ചു, അല്ലാത്തവരെ തള്ളി. യഹൂദികൾ ഇഷ്ടമുള്ള അമ്പിയാക്കളെ സ്വീകരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ സ്വീകരിച്ചു. ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ വിശ്വസിക്കൂല. നസാറാക്കൾ ഈസാ അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചു, മൂസാ അലൈഹി ഇസ്ലാമിനെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തള്ളല പോലെ പണി. നമ്മളങ്ങനല്ല. നമ്മൾ എല്ലാ അമ്പിയാക്കളെയും വിശ്വസിച്ചു. 1,24,000 അമ്പിയാക്കൾ ഒക്കെ അള്ളാന്റെ ആളുകളാണ്. എല്ലാം അള്ളാന്റെ ആളുകളാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോ അത് ഈസാ അലൈഹി ഇസ്ലാം എന്നുള്ള പേര് നമ്മൾ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നു. യഹൂദികളുടെ മൂസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നു. എന്നാ നമ്മളാളെ പേരേക്കുമ്പോ ഓൽക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വളരെ കൃത്യമല്ലേ വിഷയങ്ങള്? ഓലൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ പേരേക്കുമ്പോ നമുക്ക് ബഹുമാന സൂചകമായിട്ട് മുദ്രാവാക്യം വിളിക്കാനുണ്ട്. യാതൊരു വിരോധം നമുക്കില്ല. എന്നാൽ നമ്മളാളെ പേരേക്കുമ്പോ എന്തുകൊണ്ട് അവരൊന്നും പറയണില്ല? വിവേചനാണത്. നമ്മളെല്ലാരും ഒരു കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ് എന്നായിരുന്നു. ഒരു കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്നായിരുന്നു. ഒരു കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്നായിരുന്നു. നമ്മളത് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ലാസ്റ്റ് അള്ളാഹുവിന്റെ തീരുമാനം, ഫൈനൽ തീരുമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് +2 ആണ്. +2 സിലബസ് അത് സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റും? ഒരാൾ 5ാം ക്ലാസ്സിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചു അതിന് മേപ്പെട്ടുള്ളൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല എന്ന മദ്രസന്റെ എതിരാളിയല്ലേ? +2 സിലബസ് ആണത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പൂർത്തിയായി. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെല്ലാം അംഗീകരിച്ചു. ഈ ലാസ്റ്റത്തോ നമ്മൾ തീരുമാനിച്ചു, അംഗീകരിച്ചു. അതാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. അള്ളാഹുവിന്റെ റസൂലുമാർക്കിടയിൽ നമ്മൾ വിവേചനം കാണിക്കൂല. ഒരു വാപ്പ ഒരുപാട് മക്കളുണ്ട്. അതില് വിവരമില്ലാത്തവരുണ്ട്, വിവരമുള്ളവരുണ്ട്, കുതിര കളിക്കണവരുണ്ട്, നല്ല കുട്ടികളുണ്ട്. എന്നാലും വാപ്പ അറിയും നമ്മൾ മക്കളടിയിൽ വിവേചനം കാണിക്കൂല. എന്നാൽ എല്ലാ മക്കളും ഒരേ പ്രായമാണെന്നും ഒരേ ഇൽമാണെന്നും ഒരേ കഴിവാണെന്നും ഒന്നല്ലല്ലോ അതിന് മാന. എല്ലാരും എന്റെ മക്കളാണ്, അതിൽ നമ്മൾ വിവേചനം കാണിക്കൂല എന്നാണ്. അങ്ങനെയാണ് അതിന് മാന. ഒരു ഉസ്താദ് ശിഷ്യന്മാരെ കുറിച്ച് പറയാണ്, ഞാൻ ശിഷ്യന്മാരുടെ വിവേചനം കാണിക്കൂല എന്നാൽ എല്ലാ ശിഷ്യന്മാരും ഒരേ അളവിലാണെന്ന് അതിനർത്ഥമില്ല. അപ്പോ നമ്മള് അമ്പിയാക്കൾ മുർസലീങ്ങൾക്കിടയിൽ വിവേചനം കാണിക്കൂല. ചിലര് നബിയാണ്, ചിലർ റസൂലാണ്, ചിലരല്ല. ഈ നിലപാട് നമുക്കില്ല. എല്ലാം അള്ളാന്റെ ആളുകളാണ്.
പക്ഷെ ചിലവർക്ക് മഹത്തുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞാണ്. തിൽക്കർ റസൂലു ഫളല്ലാ ബഅദുഹും അലാ ബഅദ്. അത് ഉറപ്പന്നല്ലേ? അംബിയാ കുടുംബത്തിലെ തലവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലെന്താ സംശയമുള്ളത്? അത് ബുദ്ധിപരമായിട്ടും തെളിയിക്കാൻ പറ്റും, ആധ്യാത്മിക പ്രാമാണികമായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം മറ്റുള്ള അമ്പിയാക്കളൊക്കെ പരിശോധിച്ചാൽ അവരുടെ കാലത്ത് വേറെ അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള നബിയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. വേറെ ഒരുപാട് നബിമാരുണ്ടായിട്ടുണ്ട്. ചിലപ്പോ 100 നബിമാർ ഒരേ സമയത്ത് ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 100 ആളുകൾ. നാം മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ കാലത്തെപ്പോഴോ മശരിക്കും മഗ്രിബിന്റെ ഇടയിൽ വേറെ ഒരു നബിയെ തപ്പിയെ കാണൂല. കാരണം ഇത് മതി, ഇതെല്ലാവർക്കും മുതലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറ്റാള് മതി, ഒറ്റാള് മതി. അതെന്നെ ഭൂമിന്റെ സെന്ററായ മക്കയിൽ കൊണ്ടുവച്ചു. സെന്റർ എന്ന് പറഞ്ഞാൽ ഭൂമി ഗോളാകൃതിയിലാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലായിടത്തും മനുഷ്യജീവിതമില്ല. മനുഷ്യജീവിതം പരിഗണിച്ചാൽ മധ്യഭാഗം സൗദി അറേബ്യയായിട്ട് വരിക. മധ്യരേഖ വരച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഭൂമിന്റെ സെന്ററാണ് കഅബയുള്ള മക്ക. ആ മക്കയിലാണ് മുത്തനബി വന്നത്. കാരണം ഒരു സദസ്സക്ക് ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ വലിയ ലൈറ്റ് സെന്ററിലാണ് ഘടിപ്പിക്കുക. നിങ്ങൾ കണ്ടില്ലേ ചില പള്ളികളിലൊക്കെ സെന്ററിൽ നല്ല ലൈറ്റ്, കാരണം അതാണ് കത്തിച്ച എല്ലായിടത്തും പ്രകാശം ഉണ്ടാവും. ഇത് ലൈറ്റാണ്. മിന്നിത്തിളങ്ങുന്ന പ്രഭാമയമായ പ്രോജ്വലിക്കുന്ന ദീപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. സെന്ററിലാണ് കത്തിച്ചു വെച്ചത്. അന്ന് അവിടെ കത്തിയപ്പോ മലയാളക്കാർ കത്തി അല്ലേ? മക്കയിൽ അള്ളാന്റെ റസൂൽ ഉള്ള സമയത്ത് മലയാള മണ്ണിൽ ഇസ്ലാം ഉണ്ട്. കണ്ണൂർ മാടായി എന്നുള്ളൊരു സ്ഥലമുണ്ട്. ഞാൻ പലവട്ടം അതിന് പോയ ആളാണ്. പഠിത്തം പോയി. ആ മാടായി പള്ളിന്റെ ചുമരിൽ വളരെ കൃത്യമായി വണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കപ്പെട്ടതാണ്. ഇത് ഹിജറ 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയാണ്. ഹിജറ 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് കണ്ണൂർ പള്ളി ഉണ്ട് എന്നതിന്റെ അർത്ഥം. മാടായി പള്ളിന്റെ ചുമരിൽ എഴുതപ്പെട്ടിട്ടുണ്ട് വെണ്ടക്കാക്ഷരത്തിൽ ഇത് ഹിജറ 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടാണ്. അപ്പൊ മാടായി കണ്ണൂർ മാടായിൽ പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെയും ഭൂമിയിൽ മുത്തനബി 5 കൊല്ലം ഉണ്ടായിരിക്കുന്നതിന് അതിന്റെ അർത്ഥം. മക്കയിൽ കത്തിയപ്പോ മലയാളക്കരയിലേക്ക് വെളിച്ചം വന്നു. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും വെളിച്ചം പോയി. എല്ലായിടത്തുള്ള നബിയാണ്. പിന്നെ ഒരു നബിന്റെ ആവശ്യമില്ല. അന്നുമില്ല, ഇന്നുമില്ല നബിന്റെ. കാരണം എല്ലാ ഭാഗങ്ങളിലേക്കും വെളിച്ചം വീശാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലതയും വിജ്ഞാനവും തന്റെ ഇടവും പക്വതയും സത്യസന്ധതയും ആത്മീയമായ ഊർജവും ആന്തരികമായ തെളിച്ചവും ബാഹ്യമായ വെളിച്ചവും ഈ നേതൃത്വ പാഠവും എല്ലാം കൊടുത്ത് ഒരാളങ്ങ് ഉയർത്തി വെച്ചിരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്ജിസത്തുകൾ പോലും പരിശോധിച്ച അങ്ങനെ. ഇപ്പൊ ചിലരറിയും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞു നടക്കണാണ്, നിങ്ങളെ ഈസാ നബി ഞമ്മക്ക് യേശു ക്രിസ്തു മരിച്ചറിയിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിക്കണോന്ന്. അപ്പൊ നമ്മളെ കുറെ ആൾക്കാർ ഇല്ലല്ലോ, ഖുർആനിലും അറിയപ്പെട്ട ഹദീസിലൊന്നും പോയി കാണുന്നില്ലല്ലോ. അതെ നമ്മള് പറഞ്ഞേ യേശു ക്രിസ്തുവാണ് വലിയ മഹാനെന്ന്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് പിന്നെ കുരിശിന്റെ മാലക്കെട്ട് അടക്കം മുസ്ലിമീങ്ങളുണ്ട്. എന്താ ഇപ്പൊ ചെയ്യാൻ? ഇതിനൊക്കെ ഇമാമിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബഹാനി എന്ന വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. അവർക്കൊരു കിതാബ് തന്നെ ഉണ്ട് ഇതിന് മറുപടി പറയാൻ. എന്റെ അടുത്തുണ്ടായ കിതാബ്. അവരതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? ഈസാ അലൈഹി ഇസ്ലാം മനുഷ്യരെ ജീവിപ്പിച്ചു, ശരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല എന്ന് കൂട്ടുക. എന്നാലും ഈ മുത്തനബിയുടെ മോചിതത്തിന്റെ അളവിലേക്ക് അത്ഭുതത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മോചിതം എത്തൂല. എന്തുകൊണ്ട്? ഈ മരിച്ചോരെ അള്ളാഹു കൊടുത്ത കുതിരത്തോണ്ട് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ നേരത്തെ ആത്മാവ് ഉണ്ടായിരുന്നു, റൂഹ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് ഇതിൽ നിന്ന് പോയി, അതിനെ തിരിച്ചു കൊണ്ടുവന്നാണല്ലോ. ആ പോയ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണല്ലോ ഇപ്പൊ അതിന്റെ അർത്ഥം. അതല്ല ഇപ്പൊ അതിന്റെ അർത്ഥം. അത് അത്ഭുതമാണ്, പക്ഷെ മഹാത്ഭുതമല്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കല്ല് മനുഷ്യന്മാരെ പോലെ സംസാരിച്ചിട്ടുണ്ട്. കല്ലിന് റൂഹില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യഹൂദി പെണ്ണ് വ്യാജ സൽക്കാരം ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആടിൽ അതിശക്തമായ മാംസത്തില് വിഷം പുരട്ടിയിട്ട് തിന്നാൻ കൊടുത്തു. കാരണം തിന്നലോട് കൂടി മുത്തനബി മരിക്കണം. ഇതാണ് പെണ്ണിന്റെ ആഗ്രഹം.
പക്ഷേ ശവായി ആക്കിയിട്ടുള്ള ആടിന്റെ കുറക് മുത്തനബിയുടെ കയ്യിൽ തട്ടിയപ്പോൾ ആ ശവായി ആക്കിയിട്ടുള്ള കുറബ് മനുഷ്യനെ പോലെ സംസാരിച്ചു, എന്നെ തിന്നണ്ട നബിയെ, എന്നിൽ വിഷമുണ്ട് യാ റസൂലല്ലാഹ്. ഇത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. ആടിന് കറുത്താൽ തന്നെ ജീവൻ പോയി, പിന്നെ പൊരിക്കും കൂടി ചെയ്താലോ. ശവായി ആക്കി ആടിന്റെ കുറക് റസൂലുള്ളാഹിനോട് പ്രസംഗിക്കാണ്, എന്നെ തൊടണ്ട, ഞാൻ ഭീകരനാണ്, കാരണം എന്നിൽ വിഷമുണ്ട്. ഇത് ഈസാലാമിന്റെ ചരിത്രത്തിലുണ്ടോ? പിന്നെ ഇപ്പം മരിച്ചാരെ ജീവിപ്പിക്കല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതിന് മുത്തനബി അല്ല, അനുയായികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയണത് ഇത് കേൾക്കും, പുറത്ത് കുറെ ആളുകൾ കേൾക്കും. ഇനി എന്നെ അടുത്ത് വരണ്ടണ്ട, ഞാൻ കിതാബ് ഉദ്ധരിക്ക. അൽ ബിദായത്ത് വൻ നിഹായ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ്. 4 വാള്യം എന്റെ അൽമാറയിലുണ്ട്. ധാര കിതാബാന്നറിയോ? ഇബ്നു തൈമിയ എന്ന പണ്ഡിതന്റെ ശിഷ്യനാണ് ഇബ്നു കത്തീർ. അദ്ദേഹത്തിന് കിതാബാണ്. ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത ചരിത്ര ഗ്രന്ഥമാണ്. അതിന്റെ 2ാം വാള്യത്തിൽ കാണാം ഒരു സംഭവം. ഇതായില്ല. ഇത് ഇബ്നു കത്തീർ അൽ ബിദായത്ത് വൻ നിഹായ എന്ന കിതാബിൽ എഴുതിയിട്ടില്ല എന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അന്ന് എന്റെ പ്രസംഗം ഞാൻ നിർത്തും. പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, കാരണം കളവറിയാം. ഇതെന്തിനാ ഇത് ഇതൊക്കെ പറയണെന്നോ? ഇതൊക്കെ കുറെ ആൾക്കാരെ തലേക്ക് കയറൂല. അപ്പൊ ഇത് സത്യമാണെന്ന് അറിയിക്കാൻ ഒരു തിണ്ണുണ്ടാക്കിയതാണ്. ഇനി ഞാൻ പറയാം. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു തള്ള മരിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, മുത്തനബി അത് മരിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഞങ്ങളൊന്ന് പോയോക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിന്റെ അവിടെ നിന്നിട്ട് തള്ള ഭയങ്കര കരച്ചു. ആകെ ഒരു കുട്ടി ഉണ്ടായതാണ്, അത് പോയി എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ സഹാബാക്കൾ അവിടെ ഇരുന്നിട്ടാണ് ദ്വാരുന്നു, മയ്യത്താണ് നീക്കം ചെയ്തു. ഇത് ഇബ്നു കത്തീർ അൽ ബിദായത്ത് വൻ നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുത്തനബിന്റെ ആവശ്യമൊന്നുമില്ല, സഹാബാക്കൾ ഇതാണ്. അതിന് നേതാവിന്റെ ആവശ്യമില്ല, അനുയായികൾ ചെയ്ത കാര്യമാണ്. നേരെ മറിച്ച് സഹാബാക്കളോട് ഈ എല്ലും കുറകൊന്നും സംസാരിച്ചിട്ടില്ല, കല്ല് സലാം പറഞ്ഞിട്ടില്ല. അതിനാള് വേറെ വേണം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ഇനിയിപ്പോ മൂസാ നബിന്റെ കാര്യമാണ് പറയുന്നത്. മൂസാ നബി വടി കൊണ്ട് ബഹർ പിളർത്തിയില്ലെന്നാണ്. അത് മുത്തനബിന്റെ ചരിത്രത്തിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കും. ശരി, വടിയെടുത്തിട്ട് സമുദ്രത്തെ അടിച്ചു പിളർത്തിയിട്ടില്ല എന്നുള്ളത് ശരി, ഓക്കെ. എന്നാലേ ഈ നദി എവിടെ കിടക്കണ്? ചന്ദ്രൻ എവിടെ കിടക്കണ്? 14 രാവിലെ പൊന്നമ്പളി കത്തി നിൽക്കുമ്പോ വടിയൊന്നുമില്ല, ഭൂമിയിൽ നിന്ന് വിരലും കണ്ട് ചൂണ്ടിയിട്ട് ചന്ദ്രനെ പിളർത്തിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിന്റെയൊക്കെ എത്ര താഴെയാണ് വടിയെടുത്തിട്ട് കടലിൽ പിളർത്തുക എന്നുള്ളത്? വടി വേണ്ട, വെള്ളത്തിൽ തട്ടിയതില്ല, അങ്ങനെ അങ്ങോട്ട് ചൂണ്ടി. കാരണം ഇവര് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. എന്താ വേണ്ടതെന്ന് വെച്ചു. അവർ പറഞ്ഞു, ഈ അമ്പിളിനെ സെന്റർ കണ്ട് പുലർത്തിയ ഞങ്ങളിപ്പോ ഷാദൽ മെലിക്കോടാറുണ്ട്, നിങ്ങൾ അടുത്ത മാസം 2-ാം തീയതി വരുന്നല്ല പറഞ്ഞു. അപ്പൊ തന്നെ അതാ ഫറാഹും ഇൻശിഖാഖൽ ഖമർ. ഇമാം ബുഖാരി സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിയഹും ആയ ഫറാഹും ഇൻശിഖാഖൽ ഖമർ. ഒരു ദൃഷ്ടാന്തം ചോദിച്ചപ്പോൾ നിൽക്കുന്ന വിരലാണ്ട് കൊണ്ടി ചന്ദ്രനാണ്ട് പിളർന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതും മൂസാ അലൈഹിസ്സലാം വടിയിട്ടിട്ട് സമുദ്രത്തെ പിളർത്തിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇനി വേറെ ഒന്നുള്ളത്, മൂസാ നബിയോട് അനുയായികൾ വെള്ളം ചോദിച്ചു. അവര് വന്നിട്ട് വെള്ളം ചോദിച്ചു. അപ്പൊ മൂസാ അലൈഹിസ്സലാം വടി കൊണ്ട് പാറം അടിച്ചു. പാറന്റെ ഉള്ളിൽ നിന്ന് വെള്ളാണ്ട് വന്നു. അത്ഭുതമാണ്, പക്ഷെ മഹാത്ഭുതമല്ല. എന്തുകൊണ്ട്? പാറക്കെട്ടിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വടികൊണ്ട് അടിച്ചിട്ട് പുറത്തു കൊണ്ടുവരിക എന്നുള്ള അത്ഭുതമാണ്. കോൽക്കിണറുകൊണ്ടാണെങ്കിൽ അത്ഭുതമല്ലേനു. മൂസാ അലൈഹിസ്സലാം കോൽക്കിണറിന്റെ ഏജന്റ് അല്ല, വടിയെടുത്തിട്ട് പുറത്തു കൊടുന്നു എന്നുള്ള അത്ഭുതമാണ്. പക്ഷെ ഇതേ അനുഭവം മുത്തനബിക്ക് ഉണ്ടായി. അപ്പൊ വടിയെടുത്തില്ല, പാറക്കെട്ടിന് അടിച്ചില്ല. അതിനേക്കാളും വലിയ അത്ഭുതം കാണിച്ചു. ഹുദൈബിയ മരുഭൂമിയില് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 3333 നമ്പർ ഹദീത്ത്. അവരെല്ലാരും കൂടി റസൂലുള്ളാഹിനെ കണ്ട് വളഞ്ഞു. എല്ലാരും കൂടി ഇങ്ങനെ നോക്കി. ഹുദൈബിയയിലാണ്, ചൂടുള്ള സമയമാണ്. എല്ലാരും തോൽപാത്രത്തിലും വെള്ളം കഴിഞ്ഞേന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒതുക്കാൻ പോവാണ്. അപ്പൊ അനുയായികളൊക്കെ നോക്കിയപ്പോ മാലക്കോ ഇന്ത്യന്ന് വെച്ചു. ചോദിക്കണല്ലോ, ഇത് ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ നോക്കണോ വെച്ചു. അപ്പൊ പറഞ്ഞു, ലൈസ ഇന്ധന മാഉൻ നതവല്ല വലാ നസറു. ഞങ്ങളെടുത്ത് ഒതുക്കാനും കുടിക്കാനൊന്നും വെള്ളമില്ല, ഒക്കെ കഴിഞ്ഞിക്കണ് മുത്തനബിയെ എന്ന് പറഞ്ഞു.
അവ മുത്തനബി എന്താ വടി ഇങ്ങോട്ട് എടുത്തോടി പാറ തെരഞ്ഞെടുക്കി മൂസാ നബി വടി എടുത്തിട്ട് പാറനെ കൊട്ടിയിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പുറത്തൊക്കെ പിടിച്ചു നോക്കാം, കിട്ടിയെന്നല്ല പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോൽപാത്രത്തിൽ കയ്യാണ്ട് വെച്ചു. പിന്നെ കണ്ടിന്ന് കയ്യിന്റെ അടുക്ക കൂടി വെള്ളം വരും. ഇതെങ്ങനെ വരിക? പാറന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും, പക്ഷെ കയ്യിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. 5 വിരലിന്റെ ഉള്ളിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, വെള്ളം കണ്ട് പുറത്ത് ചാടി കംസാലിൽ ഒയൂൻ, നദിപ്രവാഹം പോലെ ശീഘ്രമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വെള്ളമായിരുന്നു മുത്തനബിയുടെ വിശുദ്ധമായ കൈകൾക്കിടയിലൂടെ കടന്നു വന്ന വെള്ളം എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അമ്പ്യാക്കൾ എല്ലാരും കൂടിയാലും മോചിതത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ മോചിതത്തിന്റെ വിഷയമാണെങ്കിലും ഇൽമിന്റെ കാര്യമാണെങ്കിലും പക്വതയുടെ കാര്യമാണെങ്കിലും വിശാല മനസ്കൈതയുടെ കാര്യമാണെങ്കിലും കാരുണ്യത്തിന്റെ വിഷയമാണെങ്കിലും അള്ളഹാനോടുള്ള അടുപ്പം എന്ന കാര്യമാണെങ്കിലും ഈ ഇബ്രാഹിം നബി ഇസ്ലാമിന് അള്ളാഹു തആല മലക്കൂത്ത് സമാവത്ത് വല്ലത് ചിലത് ഭൂമിയിൽ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്തനബിക്ക് ഭൂമിയിൽ നിന്ന് കാണിച്ചു കൊടുക്കില്ല, കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി, 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എല്ലാ അർത്ഥത്തിലും ലോകത്തെ ലീഡർ, ഇഹലോകത്തിന്റെ ലീഡർ, പരലോകത്തിന്റെ നേതാവ്, ജേതാവ്, ഓജസ്, തേജസ്, തെളിച്ചം, വെളിച്ചം, അധ്യക്ഷൻ, പ്രിൻസിപ്പൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ നഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. പക്ഷെ എല്ലാവരും നബിമാരും, എല്ലാവരും റസൂലുമാർ. അതിന്റെ ഇടയിൽ നമ്മൾ വിവേചനം കാണിക്കൂല. ബാക്കി നമുക്ക് നാളെ തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞും കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ എനിക്കറിയുന്ന ഇൽമ കൊണ്ട് വാഴ്ത്തിയ ബർക്കത്ത് കൊണ്ട് ഹബീബിന്റെ മദദും മഹബത്തും മാരിഫത്തും നൽകണേ അല്ലാഹ്. അത് മാലോകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഉന്മേഷവും ഇൽമും ഇഖ്ലാസും മഹബത്തും നൽകണേ അല്ലാഹ്. അതിലായി ജീവിച്ച് അതിലായി കലിമയിൽ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബീബിനോടുള്ള മഹബത്തും ഇത്തിബാവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അതിൽ അഭിമാനവും അഭിനിവേശവും നൽകണേ അല്ലാഹ്. മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈമാൻ തകരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആന്തരിക മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈമാനിന് തടസ്സമാകുന്ന, സ്വർഗത്തിന് തടസ്സമാകുന്ന എല്ലാ ദുശ്ചൈതികളിലും ദുസ്വഭാവങ്ങളിലും ദുര്യോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കച്ചവടക്കാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, പഠിതാക്കളുണ്ട്, കടലിലും കരയിലും കുടുംബത്തെ പോറ്റാൻ അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഹൈറും ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ആഫത്ത് മുസീബത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളുടെ ഇടങ്ങറ് ബലാ നിർത്തി കൊടുക്കണേ അല്ലാഹ്. യുദ്ധത്തിന് അറുതി കൊടുക്കണേ അല്ലാഹ്. യുദ്ധത്തീക്കളിനി അണക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير. وارحمنا يا رحمن واستر عيوبنا يا ستار واشف أمراضنا يا شافي يا كافي يا معافي. واغفر لنا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنه ولمن دفنوا حوالينا ولوالدينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.